ഇവിടെ സാം റെസ്റ്റോറന്റിൽ നിന്ന് ഫുഡ് വാങ്ങി വരുന്നു. ടേബിൾ മൊത്തം ഫുള്ളായത് കണ്ട് അവൾ തറയിലിരിക്കുന്നു. അപ്പൊ അവളുടെ അടുത്തായി ഒരു കറുത്ത പൂച്ച വന്നിരിക്കുന്നു. സാം കുറച്ച് ഫുഡ് പൂച്ചയ്ക്കായി മാറ്റി വെക്കുന്നു. പൂച്ച അതിന്റെ ഉണ്ട കണ്ണുകൾ കൊണ്ട് അവളെ നോക്കിയതിനു ശേഷം ആ ഫുഡ് കഴിക്കുന്നു. സാം ഹേസലിനെ കുറിച്ചും സൺഡേ ഒരു ഫാമിലി അവളെ വിസിറ്റ് ചെയ്യാൻ വരുന്നതിനെ കുറിച്ചും ഒക്കെ ആ പൂച്ചയോട് പറയുന്നു. പൂച്ചയാകട്ടെ ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം അവിടുന്ന് ഓടിപ്പോകുന്നു. ശേഷം സാമും അവിടുന്ന് പോവാനായി എണീറ്റതും അവൾ അവിടെ ഒരു പെന്നി കിടക്കുന്നത് കാണുന്നു. അവൾ അതും എടുത്ത് പോക്കറ്റിലിട്ട് അവിടുന്ന് പോകുന്നു. അടുത്ത ദിവസം അവൾ പതിവിലും നേരത്തെ എണീക്കുന്നു. ഇലകൾ വീഴുന്നതിന് മുമ്പ് അവൾ ജനലടക്കാനായി ഓടിപ്പോയതും ജനൽ ഇതേ സ്വയം അടയുന്നു. അത് കണ്ട് അവൾ ആകെ ഷോക്കാവുന്നു. ഇന്ന് പതിവിലും വിപരീതമായി എല്ലാം നന്നായി പോകുന്നത് കണ്ട് അവൾ ആശ്ചര്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ പോക്കറ്റിൽ നിന്ന് ഇന്നലെ എടുത്ത ആ പെന്നി താഴെ വീഴുന്നു. ആ പെന്നി കാരണമാണ് തനിക്ക് ലക്ക് വന്നതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അത് ഉറപ്പിക്കാനായി അവൾ പെന്നി കയ്യിൽ പിടിച്ച് ബ്രെഡ് താഴേക്കിടുന്നു. അത് കറക്റ്റായി പ്ലേറ്റിലേക്ക് തന്നെ വീഴുന്നു. ശേഷം പെന്നി മാറ്റിവെച്ച് ബ്രെഡ് താഴേക്കിടുമ്പോ അത് അവളുടെ മുഖത്തേക്ക് വീഴുന്നു. അത് കണ്ട് തന്റെ കയ്യിലുള്ളതൊരു ലക്കി പെന്നിയാണെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. ശേഷം അവൾ ഓർഫനേജിലെ മാഡത്തിനെ വിളിച്ച് എനിക്ക് ഹേസലിന് ഒരു സർപ്രൈസ് കൊടുക്കാനുണ്ട്, ഞാൻ ഇന്ന് ജോലി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരട്ടെ എന്ന് ചോദിക്കുന്നു. അവരും അതിന് സമ്മതിക്കുന്നു.